വിശദമായ വാർത്തയിലേക്കാണ്. കോഴിക്കോട് മാളിക്കടവിൽ ആത്മഹത്യ ചെയ്യാനായി യുവതിയെ വിളിച്ചുവരുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിലെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കൊലയ്ക്ക് ശേഷം പ്രതി വൈശാഖനും ഭാര്യയും ചേർന്ന് യുവതിയുടെ മൃതദേഹം കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വൈശാഖിന്റെ ഭാര്യ ഓട്ടോയിൽ വന്നിറങ്ങുന്നതും വർക്ക്ഷോപ്പിലേക്ക് പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. സംഭവത്തിൽ വൈശാഖിന്റെ ഭാര്യയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, എന്തായാലും തന്റെ ഭാര്യ അറിയാതിരിക്കാനായാണ് ഈ വൈശാഖും യുവതിയും തമ്മിലുള്ള ബന്ധം തന്റെ ഭാര്യ അറിയാതിരിക്കാനാണ് യുവതിയെ വിളിച്ചു വരുത്തി ആത്മഹത്യ എന്ന പേരിൽ ഇയാൾ കൊലപാതകം ചെയ്തത്. തൊട്ടു പിന്നാലെ തന്നെ ഈ മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന രീതിയിലേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ സഹായം തേടിയത് ഭാര്യയുടെയുമാണ്. എന്താണ് റിയാസ് ശരിക്കും സംഭവം? തീർച്ചയായും സംഭവ ദിവസം കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ കൊലപാതകം നടക്കുന്നത്. മാളിക്കടവ് മോരിക്കരയിലെ ഇൻഡസ്ട്രിയൽ സ്ഥാപനത്തിൽ വെച്ചാണ്, പ്രതിയായ വൈശാഖിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനത്തിൽ വെച്ചാണ് ഈ 26-കാരിയെ ഒരുമിച്ച് ജീവനൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പിന്നീട് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ 26-കാരിയും വൈശാഖിനും തമ്മിലുള്ള ബന്ധം ഈ വൈശാഖിന്റെ ഭാര്യ അറിയരുത് എന്ന ഒരു ആഗ്രഹത്തെ തുടർന്നാണ് ഇയാൾ ഈ 26-കാരിയെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം ആ സംഭവ ദിവസം തന്നെ CCTV ദൃശ്യങ്ങളിൽ കാണിക്കുന്ന സമയമാണെങ്കിൽ ഉച്ചയ്ക്ക് 2:30 ശേഷമാണ്, ഏകദേശം 2:30 ഭാര്യ ഓട്ടോയിൽ അവിടേക്ക് വന്നിറങ്ങുന്നു. വൈശാഖിന്റെ ഭാര്യ അവിടേക്ക് വന്നിറങ്ങുന്നു. അത് വൈശാഖ് വിളിച്ചറിയിച്ചതനുസരിച്ചാണ് തന്റെ സ്ഥാപനത്തിൽ ഭാര്യയ്ക്ക് കൂടി പരിചയക്കാരിയായ ഈ 26-കാരി ജീവനൊടുക്കിയതായി കാണപ്പെട്ടു എന്ന് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഭാര്യയെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ഭാര്യ അവിടേക്ക് എത്തുന്നു. ഭാര്യ എത്തി ഈ വൈശാഖിന്റെ കാറിൽ വൈശാഖും ഭാര്യയും ചേർന്ന് ഈ യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭാര്യയെ ഓട്ടോറിക്ഷയിൽ വരുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഒപ്പം തന്നെ പിന്നീട് ഭാര്യ വൈശാഖിനൊപ്പം ചേർന്നതിന്റെ ഈ യുവതിയുടെ ഒരു ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ കാറിൽ കയറ്റുന്നത് കാണാം. ഇത് കണ്ട് തൊട്ടടുത്തുള്ള നാട്ടുകാരായിട്ടുള്ള ആളുകൾ, അതുവഴി പോയ ചില യാത്രക്കാരൊക്കെ അവിടെ വാഹനം നിർത്തുകയും കാര്യം തിരക്കുകയും ഇവരെ സഹായിക്കുകയും ചെയ്യുന്നതൊക്കെ കാണാം. ആ സമയത്ത് വൈശാഖൻ ഭാര്യയോടും അവിടെ കൂടി നിന്ന ആളുകളോടും ഒക്കെ വ്യക്തമാക്കുന്നത് ഇത് ജീവനൊടുക്കിയതാണ് എന്നുള്ള തരത്തിലാണ്. അത് അവർ വിശ്വസിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ്. കാരണം വൈശാഖിന് പരിചിതയായിട്ടുള്ള യുവതിയാണ്. ഈ യുവതിയെ വൈശാഖിന്റെ ഭാര്യയ്ക്കും പരിചിതയായിട്ടുള്ള യുവതിയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് സംശയങ്ങളൊന്നും ആ ഘട്ടത്തിൽ തോന്നിയിരുന്നില്ല. പിന്നീട് ഈ വൈശാഖൻ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഡോക്ടറോട് താനും വിഷം കഴിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ, അതായത് മയക്കുഗുളിക കഴിച്ചിട്ടുണ്ട്, തനിക്ക് ചില അസ്വസ്ഥതകളുണ്ട് എന്നറിയിക്കുകയും അങ്ങനെ കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ ചികിത്സ തരികയും, അതായത് മൃതദേഹം എത്തിച്ച് അതേ ആശുപത്രിയിൽ ചികിത്സ തരികയും, ഇതിൽ ഡോക്ടർക്ക് ചില സംശയങ്ങൾ തോന്നിയതിനെ തുടർന്ന് ഡോക്ടർ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് ഉടൻ തന്നെ എത്തി ഈ സ്ഥാപനം, ഈ ഐഡിയൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന വൈശാഖിന്റെ ഉടമസ്ഥതയിലുള്ള മോരിക്കരയിൽ ഈ സ്ഥാപനം സീൽ പൂട്ടുകയുമാണ് ഉണ്ടായത്. അവിടെയുള്ള CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിക്കുകയും ചെയ്തു. അതിന് പുറമെയാണ് തൊട്ടടുത്ത പരിസരത്തുള്ള CCTV ദൃശ്യത്തിൽ പതിഞ്ഞ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കേരള വിഷൻ ന്യൂസിൽ ഉൾപ്പെടെ ലഭിച്ചിരിക്കുന്നത്. കാരണം വളരെയധികം ഗൗരവകരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഒരേ സമയം തന്നെ വൈശാഖ് പോലീസിനെ മാത്രമല്ല നാട്ടുകാരെയും ഭാര്യയും അടക്കം പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത് നടത്തിയ ക്രൂരവും പൈശാചികവുമായ ഒരു കൊലപാതകമാണ് ഈ മോരിക്കരയിൽ നടന്ന 26-കാരിയുടെ കൊലപാതകം എന്ന് പറയണം. ഇപ്പോൾ വൈശാഖൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇന്നലെയാണ് കൊയിലാണ്ടി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വൈശാഖിനെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. ഇന്നലെ വിശദമായി തന്നെ വൈശാഖിനെ
പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. വൈശാഖിന് മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ഇക്കാര്യത്തിൽ വിശദമായി ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. വൈശാഖ് ഒരു ലൈംഗിക വൈകൃതത്തിന് അടിമയാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ കൊലപാതകത്തിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. കാരണം ഈ യുവതി വൈശാഖിനൊപ്പം ജീവനൊടുക്കാനെത്തിയ ഈ 26-കാരി ആദ്യം ജീവനൊടുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് വൈശാഖൻ ജ്യൂസിൽ മയക്കുഗുളിക കലക്കി അത് യുവതിക്ക് നൽകുകയും അർദ്ധബോധാവസ്ഥയിലായ യുവതിയെ സ്റ്റൂളിൽ കയറ്റി നിർത്തി കുരുക്കിട്ട് ആ കുരുക്ക് കഴുത്തിലേക്ക് ഇടുകയുമായിരുന്നു. മറ്റൊരു കുരുക്ക് ഈ യുവതിയെ വിശ്വസിപ്പിക്കാൻ താനും ജീവനൊടുക്കുമെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി വൈശാഖൻ അവിടെ ഇട്ടിരുന്നു. എന്നാൽ ഈ യുവതിയുടെ കഴുത്തിൽ കുരുക്ക് ഏകദേശം കഴുത്തിലേക്ക് കുരുക്ക് ഇട്ട അതേ സമയത്ത് തന്നെ വൈശാഖ സ്റ്റൂൾ തട്ടി മാറ്റുകയും ആ കയറിൽ പിടയുന്ന സമയത്തും ഒപ്പം തന്നെ കയറിൽ നിന്നും അഴിച്ച് മാറ്റി നിലത്ത് കിടത്തിയ സമയത്തുമായി ഈ യുവതിയെ പീഡിപ്പിക്കുകയും ക്രൂരമായ പീഡനത്തിന് ഇടയാക്കുകയും ചെയ്ത് അങ്ങേയറ്റം പൈശാചികമായ ഒരു കൊലപാതകമാണ് നടന്നത്. ഈ സംഭവത്തിൽ കൊയിലാണ്ടി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഫെബ്രുവരി 2 വരെ പോലീസ് കസ്റ്റഡിയിൽ പ്രതിയെ വിട്ടു നൽകിയിട്ടുണ്ട്. എലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ KR രഞ്ജിത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വിശദമായി ചോദ്യം ചെയ്തു. ഇന്ന് ഇപ്പോൾ മിക്കവാറും ഈ വൈശാഖനുമായുള്ള തെളിവെടുപ്പുള്ള സാധ്യതയുണ്ട്. തെളിവെടുപ്പ് ഇന്നുണ്ടാകുമെന്നുള്ളത് പോലീസ് കൃത്യമായി സ്ഥിരീകരിച്ചില്ല. പക്ഷേ ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാകേണ്ട സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. അത് എത്ര മണിയോടുകൂടിയായിരിക്കുമെന്നെല്ലാം തന്നെ വരുന്ന മണിക്കൂറുകളിൽ മാത്രമാണ് അറിയാൻ കഴിയുക. പോലീസ് ഇന്ന് എന്തായാലും പ്രതിയുമായി തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതകൾ ഏറെയാണ്. തീർച്ചയായും എന്തായാലും വൈശാഖിന്റെ ഒരു ലൈംഗിക വൈകൃതം ഈ സംഭവത്തിൽ അല്ലെങ്കിൽ ഈ കൊലപാതകത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. കുട്ടിയുടെ 16-ാം വയസ്സ് മുതൽ യുവതിയുടെ 16-ാം വയസ്സ് മുതൽ ഇയാൾ പീഡിപ്പിക്കുകയാണ്. ഏകദേശം 10 വർഷം അടുപ്പിച്ച് ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഈ കൊലപാതകം നടക്കുന്നതിന് തൊട്ടു മുൻപും ഇയാൾ ഒരു പീഡന ശ്രമം അല്ലെങ്കിൽ ഒരു ലൈംഗികം അവിടെ നടന്നിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അതോടൊപ്പം തൻ്റെ ഭാര്യ അറിയാതിരിക്കാനാണ് ഇവർ തമ്മിലുള്ള ബന്ധം, തൻ്റെ ഭാര്യ അറിയാതിരിക്കാനാണ് കൊലപാതകമെന്നും അയാൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇന്ന് അദ്ദേഹത്തിൻ്റെ കടയിൽ അല്ലെങ്കിൽ വൈശാഖിൻ്റെ കടയിലേക്ക് ഇന്ന് ഒരു തെളിവെടുപ്പിനായി എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ ഈ കൊലപാതകത്തിന് ശേഷം ആശുപത്രിയിലേക്ക് എന്ന വ്യാജേന ഭാര്യയെയും തെറ്റിദ്ധരിപ്പിച്ച് ഇയാൾ ഈ വിഷയത്തിലേക്ക് കൊണ്ടിട്ടു എന്ന് വേണം പറയാൻ. എന്തായാലും വൈശാഖിൻ്റെ ഭാര്യയുടെ മൊഴി ഇപ്പോൾ എന്തായാലും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളാണ് ഈ വിഷയത്തിൽ കൂടുതൽ നിർണായകമായ വിവരങ്ങൾ ഇനിയും പുറത്തുവരിക. വിവരങ്ങൾ പങ്കുവച്ചത് റിയാസ് KMR ആണ്.